ബഹുമാന്യരായ നേതാക്കന്മാർ കേരളയാത്രയിൽ ഉന്നയിക്കുന്ന പ്രമേയത്തിൻ്റെ വ്യതിരക്തതയെക്കുറിച്ച് ഇവിടെ സവിശേഷമായി സംസാരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കാൾ ഞങ്ങൾ കാണുന്ന സാമൂഹ്യ പ്രസക്തമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ധൈര്യമുള്ള പാർട്ടി കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ലെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാനാകും. ഏത് സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിലും ഏത് സവിശേഷമായ സാമൂഹ്യ പശ്ചാത്തലത്തിലും മുസ്ലിം ലീഗ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് യാതൊരു രാഷ്ട്രീയ ലാഭവും നോക്കാതെ വളരെ അന്തസ്സോടെ നിലപാടെടുത്തിട്ടുണ്ട് എന്നതാണ് മറ്റേതു രാഷ്ട്രീയ പാർട്ടിയെക്കാളും മുസ്ലിം ലീഗിനെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജാഥകൾക്കും എല്ലാ യാത്രകൾക്കും പറയാനുള്ളത് മാസങ്ങൾക്കകം ഈ സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെ കുറിച്ചും മാത്രമാണെങ്കിൽ മുസ്ലിം ലീഗ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഞങ്ങൾക്ക് പ്രധാനമാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിനെ യോജിപ്പിച്ചു നിർത്തലും ഒന്നിപ്പിച്ചു നിർത്തലും അവരെ സമന്വയത്തിന്റെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരലും എന്ന് ആഗ്രഹിക്കുന്നു എന്നതാണ് കേരള യാത്രയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. 24-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തുമ്പോൾ അരയ സമാജത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ക്ഷേത്രമുണ്ട്. കാഞ്ഞങ്ങാടിന് അടുത്തായിട്ടുള്ള അരയ സമാജത്തിന്റെ കോടതി പോലെ, കടൽ കോടതി പോലെ പ്രവർത്തിക്കുന്ന ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ മുമ്പിലൂടെ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട നായകൻ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള കേരള യാത്ര കടന്നു പോകുമ്പോൾ അവിടുത്തെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള കാരണവന്മാരെന്ന് വിളിക്കുന്ന ക്ഷേത്ര ഭാരവാഹികൾ മുഴുവനും ആ ജാഥയുടെ മുമ്പിൽ വന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അഭ്യർത്ഥിച്ചു, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അരയ സമൂഹത്തിന്റെ ക്ഷേത്രമാണിത്. അരയ സമൂഹത്തിന്റെ കടലിലേക്ക് പോകുന്ന ഹൈന്ദവരായിട്ടുള്ള മുക്കുവന്മാരുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന കോടതിയാണിത്. ഈ കോടതിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് പരിഹരിക്കാൻ മുമ്പിൽ വെക്കാനുള്ളത് കേരളത്തിന്റെ പ്രഗത്ഭനായ രാഷ്ട്രീയ നായകൻ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മുമ്പിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹത്തെ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുകയുണ്ടായി. ആ ക്ഷേത്രത്തിനകത്ത് വെച്ച് ക്ഷേത്രത്തിന്റെ മേലധികാരികൾ കാരണവന്മാർ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഈ പ്രദേശത്ത് ഒരുപാട് മുക്കുവന്മാർ, കടലിലെ മത്സ്യത്തൊഴിലാളികളായ ജീവനക്കാർ, അവർക്ക് ജീവിക്കാൻ വഴിയില്ലാത്ത ഒരു ഘട്ടമാണ്. ഇവിടെ നിങ്ങളൊരു ഹാർബർ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകണമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ അവർക്ക് ആശ്വാസവചനങ്ങൾ നൽകി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, UDFന്റെ ഭരണത്തിന് ഒരു തുടർച്ചയുണ്ടാകുമെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ ഈ വിഷയം കേരള ഗവൺമെന്റ് പരിഗണിക്കുമെന്ന് പറഞ്ഞപ്പോൾ അനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അരയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശാ കേന്ദ്രമായ ആ ക്ഷേത്ര ഭാരവാഹികൾക്ക് പോലും ഏറ്റവും കൂടുതൽ ആശ്വാസം പകരാൻ കഴിഞ്ഞത് കേരള യാത്രയുടെ നായകനാണെന്നത് മതേതര കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ജാഥ ഒരു പ്രവാഹമായി ഒഴുകുമ്പോൾ കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലും മഞ്ചേരിയിലും ഇന്ന് രാവിലെ ആരംഭിച്ച പെരിന്തൽമണ്ണ ഉൾപ്പെടെ മങ്കടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അത്യുത്സാഹത്തോടെയുള്ള പ്രവർത്തകന്മാരുടെ വലിയ കുത്തൊഴുക്കാണ് കാണുന്നത്. ഏത് സമയമെന്ന് വ്യത്യാസമില്ല. രാവിലെയാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും രാത്രിയാണെങ്കിലും ഒരുപോലെ മഹാജനപ്രവാഹത്തെ ആവാഹിച്ചുകൊണ്ടാണ് ഈ ജാഥ കടന്നു പോയിട്ടുള്ളത്.
അതിലേറെയും സവിശേഷമായിട്ടുള്ള കാര്യം, കേരളത്തിലെ ഒരു ജാഥക്കും ലഭിക്കാത്ത വർദ്ധിതമായിട്ടുള്ള യുവജനങ്ങളുടെ പ്രാതിനിധ്യവും സാന്നിധ്യവുമാണ് ഈ ജാഥയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും പുതിയ തലമുറയെ ആ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അഭിമാനത്തോടെ പറയാൻ കഴിയും, മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് ലീഗിന്റെ ഇക്കഴിഞ്ഞ മെമ്പർഷിപ്പ് കാലയളവിൽ മാത്രം ഞങ്ങൾക്ക് സംഘടനയിലേക്ക് പുതുതായി കൊണ്ടുവരാൻ കഴിഞ്ഞത് 1.25 ലക്ഷം ചെറുപ്പക്കാരെയാണ് യൂത്ത് ലീഗിന്റെ ഹരിത പതാക ഏറ്റുവാങ്ങാൻ അഭിമാനത്തോടെ അവർ കടന്നു വന്നിട്ടുള്ളത്. ഡിവൈഎഫ്ഐക്ക് പറയാൻ സാധിക്കുമോ? കേരളത്തിലെ ഏത് യുവജന സംഘടനകൾക്കാണ് പറയാൻ കഴിയുക? എല്ലാ യുവജന സംഘടനകളും ഏറ്റുപറയുന്നത് ഞങ്ങൾക്ക് ചെറുപ്പക്കാരെ